UP നഴ്സിംഗ് കൗൺസിലിലാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉണ്ട്, അവിടെ നിന്ന് എങ്ങനെ ഗുഡ് സ്റ്റാൻഡിങ് എടുക്കണമെന്ന ഒരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ട്രൂ ഇൻ്റർനാഷണൽ. കറക്റ്റ് അല്ലേ? ഓക്കെ, ട്രൂവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് ഡോക്യുമെൻ്റ് നമുക്ക് UP നഴ്സിംഗ് കൗൺസിലിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, സോ ഉത്തർപ്രദേശ് നഴ്സിംഗ് രജിസ്ട്രേഷനുള്ള ഒരു നേഴ്സാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ UP ഗുഡ് സ്റ്റാൻഡിങ് ആൻഡ് ഫോറിൻ വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് നിങ്ങളുടെ 10th ഒരു കോപ്പി വേണം, 10th ക്വാളിഫിക്കേഷൻ്റെ. പിന്നെ നിങ്ങളുടെ 12th ഒരു കോപ്പി. ദെൻ യുവർ കോൺവക്കേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിഗ്രി, അതിൻ്റെ എല്ലാ വർഷത്തെയും മാർക്ക് ഷീറ്റ്, കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, നിങ്ങളുടെ ആധാറിൻ്റെ കോപ്പി, ഒരു ഫോട്ടോഗ്രാഫ്, ഒരു ലൈവ് ഫോട്ടോയാണ് നമുക്ക് വേണ്ടത്. നോർമലി നമ്മൾ ബാക്കിയുള്ള ഗുഡ് സ്റ്റാൻഡിങ്ങിനൊക്കെ നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ UPയുടെ കേസിൽ, ഉത്തർപ്രദേശിൻ്റെ കേസിൽ വി നീഡ് ടു സബ്മിറ്റ് എ ലൈവ് ഫോട്ടോഗ്രാഫ് ഓഫ് ദി കാൻഡിഡേറ്റ്. പിന്നെ നമുക്ക് വേണ്ടി വരുന്നത് പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം, നിങ്ങളുടെ ഇമെയിൽ ID വേണം, മൊബൈൽ നമ്പർ വേണം, അഡ്രസ്സ് വേണം. ഓക്കെ, ഇത്രയാണ് നമുക്ക് വേണ്ടതായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്. ഇത്രയും നമ്മൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 to 40 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ് വെരിഫിക്കേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു കോപ്പി കിട്ടും. അലോങ് വിത്ത് ദാറ്റ് ഒരു കോപ്പി ഡയറക്റ്റ്ലി നമ്മുടെ മിനിസ്ട്രിക്ക്, ഏത് മിനിസ്ട്രിയിലേക്കാണോ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് ആ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ഒരു കോപ്പി ഡയറക്റ്റ്ലി ഫ്രം ഉത്തർപ്രദേശ് നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് അവർ തന്നെ സെൻഡ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് ആൻഡ് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഉത്തർപ്രദേശിൻ്റെ നഴ്സിംഗ് രജിസ്ട്രേഷൻ റിന്യൂഡ് ആണോ അപ്ഡേറ്റഡ് ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അതെ അതെ, നമ്മുടെ രജിസ്ട്രേഷൻ എപ്പോഴും നമ്മൾ റിന്യൂവൽ എക്സ്പയറി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൺ ടൈമിൽ തന്നെ റിന്യൂവൽ ചെയ്ത് പോകുന്നത് ബെറ്റർ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണ് ഈ പ്രോസസ്സിങ് തുടങ്ങുന്ന ടൈമിലായിരിക്കും നമ്മൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോഴായിരിക്കും ഇതൊക്കെ എടുക്കുന്നത്, ഫയലിൽ നിന്നോ എവിടെന്നെങ്കിലൊക്കെ നിങ്ങൾ വെച്ചെടുത്തുനിന്ന് എടുത്ത് നോക്കുന്നത് അറ്റ് ദി ടൈം ഓഫ് ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോഴേക്കും ഇത് എക്സ്പയർഡ് ആണ്. പിന്നെ ഇത് വീണ്ടും ചെയ്യണം എന്നുണ്ടെങ്കിൽ റിന്യൂ ചെയ്ത് അതിന് ശേഷമായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാ ഒരു 1 month കൂടെ നമുക്ക് ടൈം, അവിടെ ലൂസേജ് ഓഫ് ടൈം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉത്തർപ്രദേശിൻ്റെ നഴ്സിംഗ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാൻ. സോ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഡയറക്റ്റ്ലി കോൾ ഓർ ടെക്സ്റ്റ്. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനിയും വരുന്നുണ്ട്. സോ ഡു വാച്ച്. ഓക്കെ, സോ താങ്ക് യു, ബൈ. ഓക്കെ.